കുങ്ഫുവിലെ ഫൈറ്റുകൾ നാം സിനിമയിലെല്ലാം കാണുന്നതാണ് ധാരാളം. ഇന്ന് ഈ ഫൈറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രി, അത് സിനിമാ വിപണിയാണ്. ആ സിനിമ ഫൈറ്റുകൾ അത് കുറേ ഡൂപ്പ് മുഖേന ചെയ്യും, ഒറിജിനലായി ചെയ്യും. ഒറിജിനൽ ഫൈറ്റുകളെ ഒരുപാട് നാം ഇഷ്ടപ്പെടുകയും ആ ഫൈറ്റുകളുടെ ഒറിജിനലിൻ്റെ ആളായി അറിയപ്പെടുന്ന ബ്രൂസ് ലീ മുതൽ ഇന്ന് ടോണി ജാ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഫൈറ്റിലെ രംഗങ്ങൾ അത് യാഥാർത്ഥ്യമാണോ? അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ വീണാൽ എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ പറ്റാം, ചിലതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം. അതൊരു പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്ന ഒരു കഴിവാണ്. അതിലൊരു പെർഫോമൻസ്, ജമ്പ് ചെയ്ത് നിലത്ത് നിന്ന് ഒരാളുടെ തല കാലുകൊണ്ട് ക്യാച്ച് ചെയ്ത് നിലത്ത് അടിക്കുന്ന ഒരു അറ്റാക്കാണ്. അത് മാസ്റ്റർ ഷാജഹാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്ത് കാണിക്കുകയാണ്. Ready? Thanks.
ആയോധന കലയുടെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ കളരിപ്പയറ്റ് കേരളത്തിൻ്റെ സ്വന്തം കല. ഈ കുംഫു എന്ന് പറയുന്ന കല കളരിപ്പയറ്റിൽ നിന്ന് വികസിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കളരിപ്പയറ്റ് ഒട്ടും മോശമല്ല, കുംഫു മോശമല്ല. കാലോചിതമായ വളർച്ച, ഗവേഷണം അത് കുംഫുവിൽ ധാരാളം നടക്കുന്നുണ്ട്. ഈ കുംഫു എന്ന ആയോധന കല, ഏത് ആയോധന കല തന്നെ ആയിക്കോട്ടെ, ഇത് പഠിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം അത് വെറുതെ പല മാതാപിതാക്കളും പറയും ആ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്, ശരീരം കേടുവരും. അങ്ങനെ ഒരുപാട് ഗെയിമുകളുണ്ട്, എല്ലാവരും അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നുണ്ടോ? ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നതിൻ്റെ ആ ഗുണം അത് ഈ ഇടയായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞു. ഞാൻ ഇനി പറയുന്ന രണ്ട് വാക്കുകൾ ചിലപ്പോൾ ഈ ഇരിക്കുന്നവർക്ക് ചിലവർക്ക് ഒരു വിഷമമുണ്ടാക്കും. നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മഹാത്മാഗാന്ധിജി, അദ്ദേഹത്തിനെ നോട്ടിലൂടെ നമ്മൾ എപ്പോഴും കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ഒരു രാഷ്ട്രീയക്കാരനും കൽപ്പിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞാണ്, ഈ ഇന്ത്യ ഭരണകൂടം എനിക്ക് എന്തെങ്കിലും ഒരു ശക്തി കിട്ടിയാൽ ആദ്യം നിർത്താൻ ഞാൻ മദ്യമായിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് യാതൊരു പദവിയും കൊടുത്തില്ല. നമ്മൾ ആ ഒരു പോസ്റ്ററുമായിരിക്കും നമ്മൾ നോട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കളഞ്ഞിരിക്കുകയാണ്. വളരെ വിഷമമുണ്ട് എനിക്ക് ആ കാര്യത്തിൽ. മദ്യം ഗവൺമെൻറ് നിർത്തണം, നിർത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള പിടിച്ചുപറികൾ ഉണ്ടാവും. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തത്. ആ മദ്യവും മയക്കുമരുന്നും നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആയോധന കല പഠിച്ചേ പറ്റൂ ഇന്നത്തെ യുവാക്കളും യുവതികളും ആര് തന്നെയായാലും. കാരണം ഇന്ന് ഒറ്റയ്ക്കാണ് ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് ശല്യപ്പെടുത്തുകയും അത് കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്തത്. നമ്മൾ പല സംഭവവും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പോലീസ് അത് വേണ്ടത് തന്നെയാണ് നമ്മുടെ നാടിന്. പക്ഷേ ആ അപകടത്തിൽ പോലീസിന് ഇടപെടാൻ കഴിഞ്ഞോ? പോലീസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അറ്റ് എ ടൈം നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ആയോധന കല തന്നെ വേണം. ഈ ആയോധന കലയിലെ ഏറ്റവും ചെറിയ ചുവടുവെപ്പാണ് ഓട്ടം. ഞങ്ങൾ ഓടി പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. സാധാരണ പറയും, കളിയാക്കിയിട്ടാണ് പറയാറെങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, 18ാമത്തെ അടവ് ഓടിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ നല്ലവണ്ണം ഓടാൻ അറിയുന്ന ഒരാളാണെങ്കിൽ അയാളെ പിടിക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടാ. ഓട്ടം വലിയൊരു ആയുധമാണ്. അപ്പോൾ ഓടാനുള്ളൊരു സ്റ്റാമിന അവിടുന്ന് തുടങ്ങി ഒരു നല്ലൊരു കല നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഉപയോഗിക്കണം എന്നല്ല. മദ്യവും മയക്കുമരുന്നും ഈ നാട്ടിലുണ്ടെങ്കിൽ ഈ ആയോധന കല നിർബന്ധമാണ് പഠിച്ചിരിക്കല്. മറ്റെന്ത് പഠിച്ചില്ലെങ്കിലും, എത്ര തന്നെ പണമുണ്ടായാലും എത്ര ആരോഗ്യം ഉണ്ടായാലും, നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ ഈ ആയോധന കല വളരെ അത്യാവശ്യമാണ്. ആ ആയോധന കലയെ ഇവിടെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചത്. Start. കൈയടിച്ചുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം.
പ്രോത്സാഹിപ്പിക്കണം.